സർജറി കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് പറഞ്ഞാൽ ലിഗമെന്റ് സർജറി കഴിഞ്ഞിട്ട് എക്സസൈസസ് ഒക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന എക്സസൈസസ് കറക്റ്റായിട്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് അഡ്വൈസ് ലഭിച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ എക്സസൈസസ് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് മാത്രമാണ് നിങ്ങൾ 1 മാസത്തേക്കും 2 മാസത്തേക്കും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ അവിടെ ഒരു ചലഞ്ച് എപ്പോഴും നിങ്ങളുടെ മുമ്പിലുണ്ടാവും. ഈ ചലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ സ്ട്രെയിൻ ഉണ്ടാവാനുള്ള ചലഞ്ചാണ്. ഏതൊരു എക്സസൈസ് ആക്ടിവിറ്റിയും നിങ്ങൾ കുറേയധികം നാളത്തേക്ക് കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ ചില ഏരിയയിൽ അത് ആവശ്യമില്ലാത്ത പ്രഷർ ക്രിയേറ്റ് ചെയ്യും. അത് കാരണം പെയിൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ആദ്യമൊക്കെ എക്സസൈസ് ചെയ്തപ്പോൾ എനിക്ക് പ്രശ്നമില്ലായിരുന്നു. ഇപ്പോൾ എക്സസൈസ് ചെയ്തപ്പോൾ പെയിൻ വന്നു. റീസെൻ്റ്ലി പല ആളുകളും എന്നോട് പറഞ്ഞതാണ്, കുറേയധികം ടൈം ഞാൻ ചെയ്തുകൊണ്ടിരുന്നിരുന്നു, പെയിൻ വന്നതുകൊണ്ട് ഞാനത് സ്റ്റോപ്പ് ചെയ്തു, ഇപ്പം ഞാൻ ചെയ്യാറില്ല. ഇവിടെ ഇങ്ങനെ എക്സസൈസ് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് റിക്കവറി ലഭിക്കുമെന്ന് വിചാരിക്കരുത്. അവിടെ ഒരു ഓവർ സ്ട്രെയിൻ വന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇഞ്ചുറി സംഭവിച്ചത്. അപ്പോൾ ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയാലേ ഏതൊക്കെ എക്സസൈസസ് എപ്പോൾ ചെയ്യണമെന്നും എപ്പോഴൊക്കെ ഏതൊക്കെ എക്സസൈസ് സ്റ്റോപ്പ് ചെയ്യണമെന്നും അതിനുശേഷം പുതിയ എക്സസൈസ് എന്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നും മനസ്സിലാക്കണം. പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെഗിൻ്റെ കാര്യത്തിൽ പറയുമ്പം കാൽമുട്ട് മടങ്ങുകയും നിവരുകയും ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു റൊട്ടേഷൻ മൂവ്മെൻറ്റ് സംഭവിക്കുന്നുണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. പലപ്പോഴും പലരും ഡിസ്കസ് ചെയ്യാത്ത അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്ത ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ഈ റൊട്ടേഷൻ മൂവ്മെൻറ്റ് വരുന്നതനുസരിച്ചിട്ട് പ്രത്യേകിച്ച് സർജിക്കൽ ടെക്നിക്ക് അനുസരിച്ചിട്ട് ഒരു ലെറ്റ് സർജറി ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ അനുസരിച്ചിട്ട് തന്നെ വേണം ഈ എക്സസൈസ് പ്രോഗ്രാം കറക്റ്റായിട്ട് ചെയ്യാനായിട്ട്. അവിടെ ഇതറിയാതെ ആവശ്യമില്ലാത്ത റൊട്ടേഷൻ വരുന്ന രീതിയിൽ ആക്ടിവിറ്റീസ് ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് മനസ്സിലാക്കിയിട്ട് എക്സസൈസിൽ മാത്രമല്ല ഡെയിലി ലിവിങ്ങിൽ നിങ്ങൾ ചെയ്യുന്ന ചില ആക്ടിവിറ്റീസിലും മോഡിഫിക്കേഷൻസ് ചെയ്താൽ മാത്രമേ ഇനീഷ്യൽ സ്റ്റേജിൽ തുടക്കത്തിലെ സ്റ്റേജിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള പ്രൊട്ടക്ഷൻ ലഭിക്കുകയുള്ളൂ. അതിനെയാണ് നമ്മൾ പ്രൊട്ടക്റ്റീവ് ഫേസ് എന്ന് പറയുക. അപ്പോൾ ഈ പ്രൊട്ടക്റ്റീവ് ഫേസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ ഫാക്ടേഴ്സ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടിട്ട് ഒരു കറക്റ്റായിട്ടൊരു റീഹാബ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ഇങ്ങനൊരു റീഹാബ് അഡ്വൈസസ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനിയും കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ പ്രോപ്പറായ രീതിയിൽ റിക്കവറി വന്നിട്ടില്ല എന്നാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ.